ഹായ് ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്, പനീർ പൊള്ളിച്ചത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു ക്യൂബ് പനീർ, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി, കുറച്ച് തൈര്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളകും 2 സവോള, ഇത്രയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പനീർ ഞാനൊരു ഫുൾ ക്യൂബായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പനീർ ഞാനിതേ ഇതേപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഒന്ന് വരഞ്ഞു കൊടുക്കാന്നൊക്കെ പറയില്ലേ, നമ്മൾ ഈ ഫിഷൊക്കെ പൊള്ളിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാറില്ലേ മസാലയൊക്കെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മൾ ഈ പനീർ ക്യൂബും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു കോർണർ വൈസ് ആയിട്ടാണ് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കൊരു മാരിനേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1-1.5, ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ. ദെൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യം ലെമൺ ജ്യൂസ് ആണ്. അപ്പോൾ ഞാനിത് ഒരു പകുതി ലെമൺ അതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആ ഒരു 1/2 ലെമൺ മുഴുവൻ അതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു ലെമൺ ജ്യൂസ് തന്നെ മതി. അപ്പോൾ അത്രയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കൂട്ട് നമ്മുടെ പനീറിൽ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പനീറിൻ്റെ എല്ലാ സൈഡിലേക്കും കൈ വെച്ച് തന്നെ നമ്മൾ എല്ലാ സൈഡിലേക്കും ആ വരഞ്ഞു കൊടുത്ത ഭാഗത്തൊക്കെ നല്ല പോലെ ഫുൾ ആ ഒരു ബ്ലോക്ക്, പനീറിൻ്റെ ആ ഒരു ബ്ലോക്ക് ഫുള്ള് നമ്മൾ ഈ മസാല തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ആ മസാലയൊക്കെ പനീറിലേക്ക് ശരിക്കും പിടിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഫിഷും ചിക്കനും ഒക്കെ ആണല്ലോ ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്നതൊക്കെ. ഫിഷാണ് മെയിനായിട്ട്. അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് നമ്മുടെ പനീർ പൊള്ളിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് വാഴയിലയിൽ തന്നെയാണ് പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു വെറൈറ്റി ആണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. പനീർ പൊള്ളിച്ചത് നല്ല ടേസ്റ്റാണ്, ശരിക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ മസാല പനീറിൻ്റെ എല്ലാ സൈഡിലേക്കും നല്ല പോലെ ഒന്ന് തേച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ആ പാനിലെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പനീറിൻ്റെ ആ ഒരു ക്യൂബ് അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതേ ഓയിലൊന്ന് ചൂടായി വരണം. അപ്പോൾ ഓയിൽ ചൂടായി വന്നപ്പോൾ ഞാൻ ആ പനീർ അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 2 സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പനീർ വളരെ കുറഞ്ഞ കുക്കിംഗ് ടൈമേ ആവശ്യമുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 ഭാഗം ഒന്ന് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു ഭാഗം ഒന്നായി കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് മറച്ചിടുകയാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്, മറച്ചിടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി വരഞ്ഞു കൊടുത്തുകൊണ്ട് അത് പൊട്ടിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് തിരിച്ചിട്ടപ്പോൾ റെഡിയാവും എന്ന് വിചാരിച്ചെങ്കിൽ കൂടി ഇതായിരുന്നു അവസ്ഥ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പൊള്ളിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ വാഴയിലയിലൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ സെറ്റായിക്കോളും. ഭംഗി കുറച്ച് കുറവാണെങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ആ ഒരു മസാല ഒന്ന് കുക്കാവുക, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം കുക്കായപ്പോൾ നമ്മൾ തിരിച്ചിട്ടു. ഇനി 2 ഭാഗവും ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 2 ഭാഗത്തുള്ള ആ മസാല കരിയാണ്ട് ഒന്ന് നമ്മുടെ പനീർ ഒന്ന് കുക്കായി വന്നപ്പോൾ ഞാനതൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ അതേ ഫുള്ള് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതേ പാനിൽ തന്നെയാണ് അതിൻ്റെ മസാലയും പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ പാൻ കഴുകൊന്നും വേണ്ട, ആ ഒരു മസാലയുടെ കൂടെ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മുടെ സബോള, 2 സബോളയാണ് എടുത്തിട്ടുള്ളത്, നീളനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സബോള ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് വഴട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ സബോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 പച്ചമുളകും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 1 പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത്രയും ഇട്ട് നല്ല പോലെ ഒന്ന് വഴട്ടിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ സബോള നല്ല പോലെ ഒന്ന് വാടി വരണം. ഇപ്പോൾ കണ്ടോ, നല്ല പോലെ ഒന്ന് വാടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ആദ്യം. ഇനി അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് മതി, നമ്മളൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അപ്പോൾ അതും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലയുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കി നോക്കുക. അപ്പോൾ അത്രയും ചേർത്ത് നമ്മൾ നല്ല പോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് ആ ഒരു പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് സബോളയൊക്കെ നന്നായി മുരിഞ്ഞു വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ സബോളയൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി, 1 തക്കാളിയാണ് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തക്കാളി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് കുക്കായി വരണം, അത്രയാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ തക്കാളി ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ അത്രയും ചേർത്ത് ആ ഒരു വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അതേ അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം നമുക്കതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ അതേ തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് ഇത് വെച്ച് ഉടച്ച് നോക്കാം, നമുക്ക് ആ സ്പാറ്റിൽ വെച്ച് ഉടച്ച് നോക്കുമ്പോൾ അത് നല്ലപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തൈരാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ തൈര് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ തൈര് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്കതൊന്ന് പൊള്ളിച്ചെടുക്കാനുള്ള വാഴയില ഞാനൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വാഴയില ഞാൻ ഇതേപോലെ തന്നെ നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കാം. അപ്പോൾ അത് വാഴയിലയുടെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മസാല കുറച്ച് അടിഭാഗത്തൊന്ന് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പനീർ. അപ്പോൾ പനീർ ജസ്റ്റ് ഇങ്ങനെ കട്ടായി പോയെങ്കിൽ കൂടി ഞാനത് വെക്കുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒക്കെയാണ് വെക്കുന്നത്. അപ്പം പനീർ അതിലേക്ക് ഇങ്ങനെ എടുത്ത് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാനൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ പനീർ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്തത് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തത് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് വെക്കുന്നതിലും ടേസ്റ്റ് ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മസാലയും കൂടി ഒന്ന് ഫുള്ളൊന്ന് കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ ഞാൻ ആ ബാക്കിയുള്ള മസാലയും കൂടി നമ്മുടെ പനീറിനെ ഫുള്ളായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ എല്ലാ മസാലയും വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് ഇനി നമുക്കിതൊന്ന് അടച്ച് എല്ലാ ഭാഗത്തുനിന്നും ഒന്ന് കവർ ആ വാഴയില വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പൊതിഞ്ഞെടുത്തതിന് ശേഷം ഞാനിത് വാഴയിലയുടെ ആ ഒരു നാര് വെച്ചിട്ട് തന്നെയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. വല്ലാണ്ട് ടൈറ്റായിട്ടൊന്നുമില്ല, ജസ്റ്റ് അതൊന്ന് അഴിഞ്ഞു വരാതിരിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് അതൊന്ന് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വാഴയില പൊതി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പാനിൽ വെച്ചിട്ട് രണ്ട് ഭാഗവും ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് ജസ്റ്റ് ഒരു ടീസ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണ തന്നെയാണ്, ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇല വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇല കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ, അല്ലാണ്ട് വേറൊരു കാര്യത്തിനുമല്ല, ജസ്റ്റ് ആ ഇല കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ആ ഒരു പൊതി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് ഭാഗവും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യാനൊന്നുമില്ല, നമ്മൾ ആ ഒരു വാഴയിലയുടെ ആ ഒരു ആ ഒരു ഫ്ലേവർ നമ്മുടെ ആ ഒരു ഇതിലേക്ക് കിട്ടാൻ വേണ്ടി രണ്ട് ഭാഗവും ജസ്റ്റ് ഒന്ന് ആ ഒരു അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് കളറ് മാറി വന്നപ്പോൾ ഞാൻ മറ്റേ ഭാഗത്തേക്കും ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗവും ജസ്റ്റ് ഒന്ന് ആ ഇലയൊന്ന് കളറ് മാറി വരിക. ഒരു 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ, വല്ലാണ്ട് ടൈമൊന്നുമില്ല. ഓൾറെഡി കുക്കായിട്ടുള്ള സാധനമാണ്, ജസ്റ്റ് ആ ഒരു വാഴയിലയുടെ ഫ്ലേവർ കിട്ടണം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. നമ്മൾ ആ ഒരു കറിവേപ്പില വെച്ചപ്പോൾ ഒന്നും കൂടി ആൾ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കി നോക്കാം. അപ്പോൾ ആ ഒരു മസാലയും ആ ഒരു തൈരിൻ്റെ ചെറിയൊരു പുളിയും അതേപോലെ തന്നെ പനീറിൻ്റെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി ആ മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. വെജിറ്റേറിയൻസിന് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.